ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കമലയെ രക്ഷിക്കുന്ന അർച്ചനയാണ്. പെട്ടെന്ന് തന്നെ കമല അർച്ചനയെ കണ്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിലും അർച്ചന വേഗം തന്നെ മോള് വിളിച്ചത് കേട്ട് കാറിൽ കയറി പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഗോകുലും അർച്ചനയും ഗൗരിയും സ്കൂളിലെത്തിയിരിക്കുന്നതാണ്. അതേസമയം തന്നെയാണ് സച്ചിയും ആതിരയും കുട്ടികളും സ്കൂളിലെത്തുന്നത്. ഇനി ഇവരുടെ പ്രിൻസിപ്പള് എന്തൊക്കെയാ പറയാൻ പോകുന്നതെന്ന് ആർക്കറിയാം. എനിക്കെങ്ങും വയ്യ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് രണ്ടും കൂടി നിൽക്കുന്ന കണ്ടില്ലേ എന്ന് ആതിര പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്ദുവും അമ്മുവും. തുടർന്ന് സച്ചിയെ വിളിച്ചുകൊണ്ട് ആതിര പ്രിൻസിപ്പളുടെ റൂമിലേക്ക് പോകുന്നു. അതേസമയം തന്നെയാണ് ഗോകുല് വിളിച്ചത് കേട്ട് അർച്ചന പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്നാൽ തലവേദന ആയതുകൊണ്ട് താൻ ഇവിടെ റെസ്റ്റ് എടുക്കാമെന്നും നിങ്ങൾ പോയിട്ട് വരാനും പറഞ്ഞ് അർച്ചന അവരെ പറഞ്ഞു വിടുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോകുലിന്റെ വീടാണ്. അമ്മ എന്തിനാ അവളെ അവരുടെ കൂടെ സ്കൂളിൽ വിട്ടതെന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ശിശിര. അവൾ പോയെന്ന് വെച്ച് എന്താണെന്ന് ശോഭന ചോദിക്കുമ്പോൾ അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന്, കൂടാതെ സമൃദ്ധയുടെ സ്ഥാനം അവൾക്ക് കൊടുക്കാനാണോ അമ്മ ഉദ്ദേശിക്കുന്നതെന്നും ശിശിര ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണെന്നും അവനും ഒരു കൂട്ടുവേണ്ടേ എന്നും ശോഭന ചോദിക്കുമ്പോൾ ഞാൻ എന്നൊരാള് ഇവിടെ നിൽക്കുന്ന കാര്യം അമ്മയ്ക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ മുറിയിലേക്ക് പോവുകയാണ് ശിശിര. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. പ്രിൻസിപ്പളിന്റെ റൂമിൽ പ്രിൻസിപ്പളും MLAയും എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ആവണി താമസിച്ചു വരുമ്പോൾ അതിനെ വഴക്കു പറയുകയാണ് പ്രിൻസിപ്പൽ. തുടർന്ന് സച്ചിയും ആതിരയും ഇന്ദുവും അമ്മുവും കൂടി പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വരുന്നു. എല്ലാവരും വന്ന സ്ഥിതിക്ക് തുടങ്ങാമല്ലോ എന്ന് MLA ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ കൂടി വരാനുണ്ടെന്നും അതിനുശേഷം മാത്രമേ മീറ്റിംഗ് തുടങ്ങാൻ പറ്റൂവെന്നും പ്രിൻസിപ്പൾ പറയുന്നു. ഈ നാട്ടിലെ MLA ആയ ഞാൻ പോലും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിയല്ലോ, എന്നെക്കാട്ടിലും പ്രധാനപ്പെട്ട ആരാ വരാനുള്ളതെന്ന് MLA ചോദിക്കുന്നു. മേഡം, ഇത് ശരിയല്ല, മേഡത്തിൻ്റെ തിരക്കുകളെല്ലാം അറിയാവുന്നതല്ലേ എന്ന് MLA ചോദിക്കുമ്പോൾ ചിപ്പിയും അവന്തികയും ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഡോർ തുറന്ന് അകത്തേക്ക് വരുന്ന അവന്തികയെ കണ്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് ആതിരയും സച്ചിയും. എന്താ MLA സാറേ, പോകാൻ തിരക്കായോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ തിരക്കൊന്നുമില്ലെന്നും വരാനുള്ളത് അവന്തിക മേഡമാണെന്ന് പ്രിൻസിപ്പൽ മേഡം പറഞ്ഞില്ലായിരുന്നെന്നും MLA പറയുന്നു. എന്താ മേഡം, എന്താ പ്രശ്നമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നതല്ലേ എന്ന് പ്രിൻസിപ്പൾ പറയുന്നു. ഇത് കേൾക്കുന്ന MLA പറയുകയാണ് ഈ നിൽക്കുന്ന കുട്ടികളും മേഡത്തിന്റെ മകളും ചേർന്ന് എൻ്റെ മോളെ അടിച്ച് അവശയാക്കി. ഇത് കേൾക്കുന്ന അവന്തിക പറയുകയാണ് ഇതുപോലെയുള്ള ലോക്കൽ കുട്ടികൾക്ക് ഈ സ്കൂളിൽ അഡ്മിഷൻ കൊടുക്കരുതെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതെല്ലാം. സാർ വിഷമിക്കേണ്ട, എൻ്റെ മോളെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും ഞാൻ ഇനി മാറ്റിക്കോളാം. തുടർന്ന് അവന്തിക ചിപ്പിയോട് ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം ഇന്നത്തോടെ നിർത്തണമെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ പറയുകയാണ് ഇവരെല്ലാം നല്ല കുട്ടികൾ തന്നെയാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നെ പേരൻസ് എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ, അതിന് മാത്രമാണ് നിങ്ങളെ വിളിപ്പിച്ചത്. ഇനി എന്തെങ്കിലും ഇതുപോലുള്ള മീറ്റിംഗ് ആണെങ്കിൽ എന്നെ വിളിക്കേണ്ടതും എൻ്റെ ഡ്രൈവറിനെ വിടാമെന്നും അവന്തിക പറയുമ്പോൾ ഇതൊക്കെ ആരെ ചതച്ച് നേടിയതാണെന്നും വന്ന വഴി ഒരിക്കലും മറക്കരുതെന്നും ദേഷ്യത്തോട് പറയുകയാണ് സച്ചി. ഇങ്ങനെയുള്ള സില്ലി ഇഷ്യൂസിന് എന്നെ വിളിപ്പിക്കരുതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോകുന്നു. അവന്തികയ്ക്ക് പിന്നാലെ തന്നെ MLAയും പോകുമ്പോൾ ആതിരയോട് അവന്തികയുമായിട്ടുള്ള പ്രശ്നം ഇനി എന്ന് അവസാനിക്കുമെന്ന് പ്രിൻസിപ്പൾ ചോദിക്കുന്നു. അതിൻ്റെ 2ാം സീസൺ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇത് ഇപ്പോഴെങ്ങും അവസാനിക്കില്ലെന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടിക്കൊണ്ട് ആതിര പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാറിൽ നിന്നും ഉറക്കമുണരുന്ന അർച്ചനയാണ്. അപ്പോഴാണ് ഗൗരി സ്നാക്ക് ബോക്സ് എടുത്തിട്ടില്ലെന്നുള്ള കാര്യം അർച്ചന കാണുന്നത്. ഇത് കാണുന്ന അർച്ചന അതും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ചിപ്പി താഴെ വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ചിപ്പിയെ താങ്ങി നിർത്തുന്ന അർച്ചനയാണ്. തുടർന്ന് ചിപ്പിയുടെ കാലിലുണ്ടായിരുന്ന ചെറിയ മുറിവ് കാറിൽ കൊണ്ടുപോയി എത്തിക്കൊണ്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് അർച്ചന. അതേസമയം ഗൂഗിളിനെ കണ്ട് പരിചയപ്പെടുന്ന അവന്തികയാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.